പുറത്തു പോയി നല്ല വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ലോഡഡ് ഫ്രൈസ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 200 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ട, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോട്ടിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ നേരം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ആരും മാവിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം കേട്ടോ. എന്നിട്ട് ഓയിൽ ചൂടായ ശേഷം ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് ഫ്രീസ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ, പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടൂലേ, അതാണ്. നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഈ ഒരു ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 2 സ്ലൈസ്ഡ് ചീസ് ചേർത്തിട്ടുണ്ട്. മൊസറല്ല ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കേട്ടോ. എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത്, ചീസിൽ ഉപ്പുണ്ടാവും, ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം 2 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ, അതിൻ്റെ മുകളിൽ വൈറ്റ് സോസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുക. സെയിം തന്നെ രണ്ടാമത്തെ ലെയറിലും ചെയ്തെടുക്കുക. ലാസ്റ്റ് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ കൂടെ സെർവ് ചെയ്താൽ അടിപൊളി ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.